അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തെരഞ്ഞെടുപ്പ് ആസന്നമായി കഴിഞ്ഞു. ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു ചരിത്രപരമായിട്ടൊരു മാറ്റം നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം നിരാശയിലാണല്ലോ. ഒരു ഭരണത്തിൻ്റെ അഭാവം ജീവിതത്തിൻ്റെ നാനാ തുറകളിലും നമുക്ക് നേരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു മോചനം എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാത്തിരിക്കുന്നത്. നമ്മുടെ അഴീക്കോട് നിയോജകമണ്ഡലത്തിൽ നമ്മുടെ പ്രിയങ്കരനായ കരീം ചേലേരി UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അങ്ങേയറ്റത്തെ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് കരീം അവിടെ പ്രവർത്തിച്ചു വരുന്നത്. സ്ഥാനാർത്ഥിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തെ പോലെയുള്ള ഒരു പൊതു പ്രവർത്തന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കേണ്ടത് അഴീക്കോട് മണ്ഡലത്തിന് തന്നെ ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. നല്ല പ്രാസംഗികനാണ് എന്നതുപോലെ തന്നെ ജനങ്ങളുമായി വളരെ നല്ല അടുപ്പം പുലർത്തുന്നു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് നല്ല അടുപ്പം പുലർത്തുവാൻ ചേലേരിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചേലേരി അഴീക്കോട് മണ്ഡലത്തിൻ്റെ ഭാസുരമായൊരു ഭാവി അഴീക്കോട് മണ്ഡലത്തിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ചേലേരിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചേലേരിയുടെ ചിഹ്നം കോണി അടയാളമാണ്. ഐക്യ ജനാധിപത്യങ്ങളുടെ ചിഹ്നമാണ്. അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എല്ലാവരും തിരഞ്ഞെടുത്തയക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തൊട്ടടുത്ത മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവരുടെയൊക്കെ വിജയത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.